പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഗംഗാ തീരത്തെത്തി പൂജ നടത്തുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, വലിയ രീതിയിൽ തന്നെ മോദി പത്രിക സമർപ്പിക്കുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ് BJP. പല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ എത്തും. ഒപ്പം പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് മോദിയുടെ പത്രികാ സമർപ്പണം നടക്കാൻ പോകുന്നത്? അക്ഷയ, നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ തന്നെ കാലഭൈരവ ക്ഷേത്രത്തിൽ എത്തുന്നതായിരിക്കും. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി വാരണാസി ജില്ലാ കളക്ടർ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. 11:30 11:45 ഇടയിലാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നാണ് BJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ആ സമയം പുഷ്യ മുഹൂർത്തമാണ്. ഏറ്റവും ഈ മംഗളകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമായ മുഹൂർത്തം എന്ന് കരുതപ്പെടുന്ന സമയത്താണ് പ്രധാനമന്ത്രി തൻ്റെ പത്രികാ സമർപ്പണം നടത്തുന്നത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഗംഗാ തീരത്തെത്തി പൂജകൾ നടത്തിയിരുന്നു. ഇന്ന് ഗംഗാ സപ്തതി ദിനം കൂടിയാണ്. അതായത് സപ്തതികളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഗംഗാ സപ്തതി ദിനം. ഈ ഗംഗാ സപ്തതി ദിനത്തിലാണ് ഗംഗ പുനർജനിച്ചു എന്ന് ഈ ഉത്തരേന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളും മറ്റും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസം തന്നെ പ്രധാനമന്ത്രി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി തെരഞ്ഞെടുത്തത് എന്നാണ് BJP നേതാക്കൾ നേരത്തെ പറയുകയും ചെയ്തിരുന്നത്. ഈ പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ മൂന്നാം വട്ടം അദ്ദേഹം ഇറങ്ങുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഇപ്പോൾ ഗംഗാതീരത്ത് ചില പൂജകൾ നടത്തുകയാണ്. നമുക്ക് തിരികെ എത്താം.